ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അവന് ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണി നോക്കാമല്ലോ. അപ്പോൾ അവൻ എണീറ്റ് ഇതേ പല്ല് കേൾക്കുകയാണ്. ആ ടൈം കൊണ്ട് അമ്മ കുറച്ച് തുണി അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ഒന്ന് വിരിച്ചിട്ടാൽ മതി. അതിന് മുന്നേ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പത്തിരി, ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ആ തുണി കൊണ്ടുപോയി വിരിച്ചിട്ടു കേട്ടോ. അതിന് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പം പാത്രം കഴുകി പിന്നെ അടുക്കളയൊന്ന് വൃത്തിയാക്കി. നല്ല ജലദോഷമുണ്ട് എനിക്ക്, ഞാൻ തുമ്മിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അവിടെ നിന്ന് മൊജീറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ ഭയങ്കര ലാഗാണ് മൊജീറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോറി കേട്ടോ, എനിക്ക് കുറച്ച് ചുമയൊക്കെ ആയിട്ടോ ഈയിടെയായിട്ട്. അങ്ങനെ ഇതേ അവൻ മൊജീറ്റ ഉണ്ടാക്കാൻ പകുതിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഇതേ ഐസൊക്കെ ഇട്ട് നല്ല കുലുക്കി സർബത്താണ് ഉണ്ടാക്കുന്നത്, നല്ല രീതിയിൽ കുലുക്കുന്നുണ്ട്. അങ്ങനെ സ്പ്രൈറ്റൊക്കെ ഒഴിച്ച് പിന്നെ അതുപോലെ ഭയങ്കര ദാഹമായിരുന്നു. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നി. ഈ തൊണ്ട അങ്ങ് വറ്റി പോകുന്ന പോലെ ഭയങ്കര ഫീലാട്ടോ. അപ്പം കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്, വെള്ളം ഇറങ്ങിപ്പോൾ നമുക്കറിയാൻ പറ്റും. എന്തേ നല്ല മൊജീറ്റോ ഉണ്ടാക്കി തന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പിന്നെ ഭയങ്കര ദാഹവും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ആ പാത്രമൊക്കെ വഴക്കി വെച്ച് ഞാൻ കുറച്ച് നേരം അവൻ അവിടെ പോയിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ശല്യം പെടുത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ അവിടെ പോയി അവനോട് സംസാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുളിച്ച് റെഡിയായി. നമ്മൾ ഹരിയുടെ വണ്ടി വർക്ക്ഷോപ്പിലാണ്, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുട്ട ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാക്കനാട് വരെ പോയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മാളിൽ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പം പോയ സമയത്ത് നമ്മൾ മേളിൽ ചെന്ന് നമ്മൾ 2 കഷ്ണം കേക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളെ വാവ് ചിക്കനിൽ നിന്ന് നമ്മൾ പോപ്കോൺ ചിക്കനില്ലേ, അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വിശന്നപ്പോൾ നമ്മൾ പാരഗണിൽ പോയി. അവൻ ആദ്യം തന്നെ ഒരു സൂപ്പ്, മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ബിരിയാണി, പിന്നെ തവ ഫ്രൈ, ഫിഷ് ഫ്രൈ, അതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക, വിശപ്പ് കുറച്ചും അങ്ങോട്ട് വയറങ്ങോട്ട് നിറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.